എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മാസ, മാఝേ, മാഝി എന്ന വാക്കുകളുടെ യൂസേജിലുള്ള വ്യത്യാസം പഠിക്കാം. ഓക്കെ, നമുക്കറിയാം മറാഠിയിൽ മാസ, മാఝേ, മാഝി ഈ മൂന്ന് വാക്കിൻ്റെയും അർത്ഥം എന്താണ്? മൈ, എൻ്റെ എന്നാണ് അർത്ഥം. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്, എൻ്റെ പുസ്തകം എന്നൊക്കെയാണ് പറയുക. മൈ എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കാണ് മലയാളത്തിൽ ഉപയോഗിക്കുക, എൻ്റെ എന്നത്. പക്ഷേ മറാഠിയിൽ ഞാൻ നേരത്തെ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ജെൻഡർ അനുസരിച്ചിട്ടാണ് ഈ വാക്കുകൾ മാറുക. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ന്യൂട്ടർ ജെൻഡറോ സൂചിപ്പിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു സിംഗുലർ സാധനം അല്ലെങ്കിൽ പ്ലൂറലായിട്ടുള്ള ഒരു വസ്തു അതിനെ വേണ്ടി സൂചിപ്പിക്കാൻ നേരത്ത് ഈ മൂന്ന് വാക്കുകളിൽ നിന്നും ഏതെങ്കിലും ഒരു വാക്കാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. ആ യൂസേജാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മാസ എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എൻ്റെ എന്ന അർത്ഥം വരാൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ടേബിളിൽ ഞാനൊരു റൂളാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ മാസ എന്നത് സിംഗുലർ മെയിലിനെ സൂചിപ്പിക്കാൻ നേരത്ത്, സിംഗുലർ മെയിലിനെ കുറിച്ച് സംസാരിക്കാൻ നേരത്ത് എൻ്റെ എന്ന അർത്ഥം വരാൻ വേണ്ടി മാസ എന്ന വാക്ക് ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. മാസ ഭാവു, മാസ എൻ്റെ, ഭാവു നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ബ്രദർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ബ്രദർ ആരാണ്? ഒരു പുരുഷനാണ് അല്ലേ? അതുപോലെ തന്നെ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ മെയിൽ ഒരു പുരുഷനെ കുറിച്ച് പറയാൻ നേരത്ത് എൻ്റെ എന്ന അർത്ഥം വരുമ്പോൾ മാസ എന്ന വാക്ക് ഉപയോഗിക്കണം. മാസ ഭാവു, മനസ്സിലായോ? ഇനി അടുത്തത് മാഝി. അപ്പോൾ ഇവിടെ റൂൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ടേബിളിൻ്റെ അകത്ത്? സിംഗുലർ ഫീമെയിലിനെ കുറിച്ച് പറയാൻ നേരത്ത് എൻ്റെ എന്നർത്ഥം വരാൻ വേണ്ടി മാഝി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. മാഝി ബഹീൺ, ബഹീൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സിസ്റ്റർ, അപ്പോൾ ഒരു ഫീമെയിലാണ്, ഒരു സിസ്റ്ററെ ഉള്ളൂ, ഒരു സിസ്റ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ഫീമെയിലിനെ കുറിച്ച് പറയാൻ നേരത്ത് എൻ്റെ എന്നർത്ഥം വരാൻ വേണ്ടി മാഝി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. മാഝി ബഹീൺ, മൈ സിസ്റ്റർ. ഓക്കെ, ഇനി മാഝേ എന്ന വാക്ക് എപ്പോൾ ഉപയോഗിക്കാം എന്ന് നോക്കാം. റൂൾ എന്താണ്? സിംഗുലർ ന്യൂട്ടർ. അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ട ഒരു സാധനം അത് സിംഗുലറാണ്, ന്യൂട്ടർ ജെൻഡറാണ്, സിംഗുലറുമാണ്. അപ്പോൾ നമ്മൾ മാഝേ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് എൻ്റെ എന്ന് അർത്ഥം വരാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ തന്ന എക്സാമ്പിൾ എന്താണ്? മാഝേ ഘർ, ഘർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട്, ഹൗസ്. മാഝേ ഘർ, മൈ ഹൗസ്, എൻ്റെ വീട്. എന്തുകൊണ്ടാണ് മാഝേ ഉപയോഗിക്കാൻ കാരണം? ഘർ എന്ന് പറഞ്ഞത് ഒരു സിംഗുലറാണ്, സിംഗുലർ നൗണാണ്. പിന്നെ ഘർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടർ ജെൻഡറാണ്, സ്ത്രീലിംഗല്ല പുല്ലിംഗല്ല, ന്യൂട്ടർ ജെൻഡർ. അപ്പോൾ മാഝേ ഘർ. ഓക്കെ, ഇനി മാഝേ എന്നത് ഒരുപാട് കേസിൽ പ്ലൂറൽ നൗണിനെ സൂചിപ്പിക്കാൻ നേരത്തും എൻ്റെ എന്ന അർത്ഥം വരാൻ വേണ്ടി മാഝേ എന്ന വാക്ക് ഉപയോഗിക്കും. ഇപ്പം നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയ എക്സാമ്പിൾ എന്താണ്? കപ്പടേ, കപ്പടേനെ കുറിച്ചാണ്. കപ്പട എന്ന് പറഞ്ഞാൽ എന്താണ്? തുണി, ക്ലോത്ത്. കപ്പടേ, ക്ലോത്ത്സ്. അപ്പോൾ ഇവിടെ പ്ലൂറൽ നൗണാണ് കപ്പടേ. മാഝേ കപ്പടേ, എൻ്റെ തുണികൾ. ഓക്കെ, മാഝേ കപ്പടേ. അതേപോലെ തന്നെ ഒരു വേറെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജീവനുള്ള എക്സാമ്പിൾ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയണം. മൈ ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടി മാഝേ മിത്ര. ഓക്കെ, അവിടെ മാഝേ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഫ്രണ്ട്സ് പ്ലൂറൽ നൗൺ ആവും. മാഝേ എന്ന വാക്ക് ഒരാളെക്കുറിച്ച് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്തും ഉപയോഗിക്കാറുണ്ട്. അത് സിംഗുലർ ആയിരിക്കും, പിന്നെ വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മളവിടെ പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എൻ്റെ ടീച്ചർ, എൻ്റെ അച്ഛൻ എന്നൊക്കെ നമുക്ക് പറയാൻ നേരത്ത് മാഝേ വഡീൽ, മാഝേ
ശിക്ഷക്, മാঝേ ഗുരുജി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ തന്ന എക്സാമ്പിൾ എന്താണ്? മാঝേ വഡീൽ. വഡീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അർത്ഥം? ഫാദർ, അച്ഛൻ എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്ത് അത് എൻ്റെ അച്ഛനാണ്. തേ മാঝേ വഡീൽ ആഹേത്. അപ്പോൾ അവിടെ മാঝേ എന്ന വാക്ക് റെസ്പെക്റ്റോട് കൂടി പറയാൻ നേരത്താണ് അവിടെ മാঝേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ സിംഗുലർ ആണ് നൗൺ, പക്ഷെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി മാঝേ എന്ന് പറയും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. Until we see next time, keep learning, happy learning.